ഞാൻ കണ്ടിട്ടില്ലാത്തവരാണിവർ, എന്നാൽ നിങ്ങൾക്ക് ഇവരെ കാണാൻ കഴിയും. സ്വദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, സത്യമായി പുലർന്നിട്ടില്ലയോ? പിന്നെ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ കൂടെ വരുന്നുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. നിസാഉൻ കാസിയാതുൻ ആരിയാത്ത്, ശരീരത്തിലെ അവയവങ്ങൾ തുടുത്ത് കാണിപ്പിക്കുന്ന വിധം വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണുങ്ങൾ, തൊലിനിറം കാണുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ, ശരീരം മുഴുവനായി മറക്കാത്ത പെണ്ണുങ്ങൾ, പുരുഷന്മാരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന വിധം വസ്ത്രധാരണം ചെയ്യുന്നവർ, അത്തരം പെണ്ണുങ്ങളും എൻ്റെ ഉമ്മത്തിൽ ഞാൻ കണ്ടില്ല. എന്നാൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരിൽ അവർ വരും. വേഷവിധാനങ്ങൾ, ടൈറ്റ് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഹോർമോൺ പ്രവർത്തനങ്ങൾ, മനുഷ്യരാണ്, തിന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ വരും. നിങ്ങളങ്ങനെ നടക്കരുതേ എന്ന് പുണ്യനബി പറയാ പെണ്ണുങ്ങളോട്. കണ്ണ് ചിമ്മണേ എന്ന് ആണുങ്ങളോട്. ഇത് രണ്ടും ഇവിടെ നടന്നാൽ ഇവിടെ ഒരു കിഡ്നാപ്പ് ഉണ്ടാലോ, ഒരു റേപ്പ് ഉണ്ടാലോ, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ തിന്മ വേണമെന്ന് വിചാരിച്ച് നടന്ന പിന്നെ എന്ത് ചെയ്യും? ആരിയാത്ത്, നഗ്നകളായ പെണ്ണുങ്ങളെ കാണാൻ കഴിയും. എന്താ ഇന്നർവെയറിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണിക്കുന്ന നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന വലിയ വലിയ പരസ്യ ഫലങ്ങൾ, പൂത്തുപോലെ വളർന്ന പെണ്ണും ആണും ഒക്കെയാണ് ട്രൗസറും ഷെഡിട്ടിട്ട് നിൽക്കുന്നത്, പോസ്റ്റിൽ ഫ്രെയിം ചെയ്തിട്ട്. എന്നിട്ട് അതിന് കാശ് വാങ്ങുക, പരസ്യത്തിൽ നിന്ന് കൊടുക്കുക. എന്നിട്ട് പോകുന്ന ബൈക്കാരും ബസ്സുകാരൊക്കെ ഇങ്ങനെ നോക്കി പോവുക. സുബ്ഹാനല്ലാഹ്. ഒരു ബെഡ്റൂമിൽ പോലും ഭർത്താവിൻ്റെ കൂടെ സ്വകാര്യതയിൽ പോലും ഒരു പെണ്ണ് മടിക്കുന്ന വേഷം പരസ്യ ഫലകങ്ങളിൽ, നമ്മുടെ TV ചാനലുകളുടെ പരസ്യങ്ങളിൽ, ഫിൽമുകളിൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടില്ല നബി തങ്ങൾ പറയാം. പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വസ്ത്രമിടാതെ നടക്കുന്ന പെണ്ണുങ്ങൾ, മായിലാത്തുൻ മുമീലാത്ത്, പുരുഷന്മാരോട് ഇങ്ങോട്ട് കൊഞ്ചിക്കുഴയുന്ന പെണ്ണുങ്ങൾ, മുമീലാത്ത്, തന്നെ ആരെങ്കിലും ഒന്ന് നോക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് പ്രേമിക്കണേ എന്ന് യാചിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ. പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം നിങ്ങളുടെ നാണമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം നിങ്ങളുടെ ലജ്ജയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ചാരിത്രശുദ്ധിയാണ്. അത് കളഞ്ഞ് തീരുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ എൻ്റെ അഭിമാനം പിച്ചു ചീന്തി കളഞ്ഞല്ലോ, എന്നെ അവൻ പിച്ചു ചീന്തിയല്ലോ. പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, അവരുടെ തലമുടി മേലോട്ട് കെട്ടിവെച്ച്, ഇപ്പൊ മഫ്തക ധരിച്ചിട്ടുണ്ട്, സ്കാർഫ് ഉണ്ട്, പക്ഷെ മുടി മേലോട്ട് ഇങ്ങനെ കുടുമയായി വെക്കും മേലെ. എന്നിട്ട് ഒട്ടകം നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? പൂഞ്ഞയുള്ള ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ചെരിയുന്ന പോലെ, ആടുന്ന പോലെ, ഹൈഹീല് ചെരുപ്പിട്ട് നടന്നാൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഒരു ചെരുപ്പ് പോലും കണ്ടിട്ടില്ലാത്ത പുണ്യനബി തങ്ങൾ പറയുന്നത് എന്നോർക്കണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. തലമുടി കെട്ടിവെച്ച് നടക്കുമ്പോൾ ആ മുടി ആടുന്ന വിധം ശരീരം ആട്ടിക്കുഴച്ച് നടത്തുന്ന ഒരു തരം പെണ്ണുങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലാ യദ്ഖുൽനൽ ജന്ന, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. വലാ യജിദിന റീഹഹാ, അതിന്റെ പരിമളം പോലും അവർക്ക് ലഭ്യമല്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഇങ്ങനെ വേഷവിധാനം ചെയ്ത് നല്ലവരായ ചെറുപ്പക്കാരുടെ മനസ്സിനുള്ളിലേക്ക്
ഹലാലല്ലാത്ത വിധമുള്ള ചിന്തകൾ, ഹറാമായ ചിന്തകൾ വരുന്ന വിധം വേഷവിധാനത്തിലും നടത്തത്തിലും വർത്തമാനങ്ങളിലും ജാള്യത പോലും കാണിക്കാത്തവർ സിൻഫാനി മിൻ അഹ്ലിന്നാർ. ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്ന പ്രപഞ്ചത്തിന്റെ അസുഖങ്ങൾ എന്ന് നിബിധങ്ങൾ പറഞ്ഞ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെന്ന് നിബിധങ്ങൾ പറഞ്ഞുപോയി. സ്വദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, എത്ര സത്യമാണ്. നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ. യൽഹർ എന്ന് പറഞ്ഞ ശരിക്കും പ്രത്യക്ഷമാവുക. ജനങ്ങൾ ഒരുപാട് വ്യഭിചരിക്കും എന്നതിനർത്ഥമുണ്ട്. പക്ഷെ ആ വാക്കർത്ഥം എന്താ? വ്യഭിചാരം വ്യക്തമായി പച്ചയിൽ കാണാൻ പറ്റുന്ന കാലം. അത് മൊബൈലും പിടിച്ച് നോക്കിയിരിക്കുകയാണ്, കമ്പ്യൂട്ടർ തുറന്ന് കണ്ടിരിക്കുകയാണ്, ചാനലുകൾ തുറന്ന് വെച്ചിരിക്കുകയാണ്. യൽഹറു സിന, പച്ച വ്യഭിചാരം. വ്യഭിചാരത്തിന് കാശ് കൊടുത്ത് ഫിലിം ചെയ്ത് അഭിനയിച്ച് മനുഷ്യരെ മുഴുവൻ ലൈംഗിക രോഗികളാക്കി മാറ്റിയ ഈ മഹാദുരന്തമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെയും 21-ാം നൂറ്റാണ്ടിൻ്റെയും ഏറ്റവും വലിയ വിപത്ത് എന്ന് പണ്ഡിതന്മാർ പറയാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിപത്തതാണ്. നമ്മുടെ മക്കള് എളിയ പ്രായത്തിൽ ഒരാണും ഒരു പെണ്ണും കുടുംബജീവിതത്തിൽ നയിക്കുന്ന സമയത്തുണ്ടാകുന്ന ശാരീരിക ബന്ധങ്ങൾ കൊച്ചുമക്കൾ കാണാൻ അവസരം ഉണ്ടാവും. എത്ര ഇതിലും വലിയ നാണക്കേടെന്താ? നമ്മുടെ സ്കൂളുകൾ അങ്ങനെ ആയിപ്പോയില്ലേ? നമ്മുടെ ക്യാമ്പസുകൾ അങ്ങനെ ആയില്ലേ? നമ്മുടെ വീടുകളിൽ അങ്ങനെ ആയില്ലേ? ഈ പച്ചയായ വ്യഭിചാരം നോക്കിയിരിക്കുക. വ്യഭിചാരം കാണാൻ എത്ര തിന്മയാണ്. നിങ്ങളിൽ മഹർ കൊടുക്കാനും ഒരു പെണ്ണിന് ചെലവ് കൊടുക്കാനും കഴിയുന്നവർ വിവാഹം ചെയ്യണമേ. വമല്ലം യസ്തതി, നിങ്ങൾക്കതിനായിട്ടില്ല, നിങ്ങൾ പഠിക്കുകയാണ്, വിദ്യാർത്ഥികളാണ്, ജോലിയായില്ല, ദാരിദ്ര്യമാണ്, മഹർ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ വമല്ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം, നിങ്ങൾ ഇടക്കിടക്ക് നോമ്പനുഷ്ഠാനം ചെയ്യണമേ. വെറുതെ പട്ടിണിയെടുക്കല്ല. നോമ്പ് അല്ലാഹുവിനോടുള്ള അനുസരണയാണ്, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്തയിൽ നിങ്ങൾ അല്ലാഹുവിന് നോമ്പെടുക്കണേ കഴിയുന്ന സമയങ്ങളിലൊക്കെ. ഒരു മനുഷ്യന്റെ ലൈംഗിക ശമനത്തിന് അത് ഉപകാരപ്പെടും. എന്നാൽ പോലും നിങ്ങൾ വ്യഭിചാരം നോക്കരുതേ, വ്യഭിചാരത്തിലേക്ക് പോകരുതേ എന്ന് ആണിനോടും പെണ്ണിനോടും പുണ്യ റസൂലല്ലേ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണത്. മുസ്ലിം എന്നല്ല, അമുസ്ലിം എന്നല്ല, മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ലൈംഗികത ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. സർവശക്തനായ അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും എല്ലാ മനുഷ്യരെയും റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രപഞ്ചത്തിൽ നമ്മൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ, ഒരു മാസം അവസാനിക്കുമ്പോൾ ആരംഭത്തിലേക്ക് നടന്നെടുക്കുന്ന പോലെ ഈ പ്രപഞ്ചവും അതിൻ്റെ മരണത്തിലേക്ക് നടന്നെടുക്കുന്നുണ്ട് എന്ന് നിബിധങ്ങൾ പറയുന്ന ചില അടയാളങ്ങളാണ് നമ്മൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഫർജ്. വ്യഭിചാരം സാരമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വൽഹരീർ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രങ്ങൾ പാടില്ലാത്തതാണ്, ഹറാമാണ്. എന്നാൽ അത് പുരുഷന്മാർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന കാലം വരും. വൽ ഖംർ, മദ്യപാനം പറ്റുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, അത് കേൾക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരുന്ന വിപത്തുകളാണെന്ന് പുണ്യനിബിധങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്.